നിസർഗ ഡാമിൻ്റെ അകത്തുള്ള ബേർഡ് പാർക്കിൽ കയറാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുകയാണ്. ബേർഡ് പാർക്ക് കയറാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുകയാണ്. 30 രൂപയാണ് ഒരാൾക്ക് കയറാൻ വേണ്ടിയിട്ട് ഇതിനുള്ളിൽ. അപ്പോൾ ഇത് മരാവിലെ ഇപ്പോൾ ബേർഡിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ഗ്രേ പാരറ്റ് എന്നതിൻ്റെ പേര് ഗ്രേ പാരറ്റ് അല്ലേ? പഞ്ചവർണ്ണ പക്ഷികളെ കാണാൻ വന്ന ചെറുപ്പക്കാർ തേടുണ്ട്. അപ്പോൾ പക്ഷീനെ കുറിച്ച് എന്തും പറയുന്നവനാണ് തേടുണ്ട്. പക്ഷി, പാമ്പ്, പഴുതാര, പിന്നെ മീൻ, പിന്നെ അങ്ങനെ ഏത് തരം ജീവികളെ കുറിച്ചും അറിവുള്ളൊരു യുവാവാണ് ഇതായി. ഇപ്പോൾ വി ബേർഡ്സ് എന്ന് പറഞ്ഞൊരു സിമ്പലിലൂടെ കാണാൻ വേണ്ടി പറ്റും. നല്ല നീറ്റുണ്ട്, ഏരിയയെല്ലാം പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഒട്ടക പക്ഷി ഇതാ, ഒട്ടക പക്ഷീനെ ഒന്നിച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. എടാ കൈകൊത്തണ്ട. ഒട്ടക പക്ഷിയുമായിട്ട് സർവ്വത്തിൽ ഏർപ്പെടുകയാണ് സിദ്ധു. എന്റെ തലയെ കൊത്തിക്കൊണ്ടോ മോനെ. ഇനി ഫ്രൈ ആക്കി അടിപൊളിണ്ടാവും. സാഹസിക ഇഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരനാണ് സിദ്ധു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് പറയാനുണ്ട്. കൈ കൊത്തുമ്പോൾ മനസ്സിലാവും സാഹസികത എന്താന്ന്, വേദന. പാമ്പ് വേലതിന് ശേഷം പറഞ്ഞോ. ആ ഒട്ടകപ്പക്ഷി സിദ്ധു, ഒട്ടകം സിദ്ധു പുതിയ പേര് ഇട്ടിട്ടുണ്ട്. ആ ബേർഡിൻ്റെ ഇത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. പറഞ്ഞോ. ഇത് നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. മുളങ്കാടുകൾ കൊണ്ട് നിറഞ്ഞ ഈ സ്ഥലത്ത് അതിനുള്ളിൽ തന്നെ ഒരു മിനി സൂ എന്നുള്ള നിലയിൽ ഒരു പക്ഷി സങ്കേതവും അതുപോലെ തന്നെ മാൻ സംരക്ഷണ കേന്ദ്രവും അടക്കമുള്ള ഒരു പ്രദേശമാണ്. വിവിധയിനം പക്ഷികളും മറ്റുമൊക്കെയായി കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇതിൻ്റെ പുതിയ നിർമ്മിതി. ഒട്ടക പക്ഷിയുടെ ഇടയ്ക്ക് ഒരു പൂവൻകോഴിയുണ്ട്. ഒരു ഫ്രണ്ട്സാന്ന് തോന്നല്ലേ. ഒട്ടക പക്ഷിയുടെ ഫ്രണ്ടാണ്. എടാ മോനെ, കോഴി വറുത്തപ്പെട്ടൊരു സാധനം ഇവിടെ ഉണ്ട്. എത്രയാ കളറല്ല അതിൻ്റെ മുഖത്ത്. നല്ല ചുവപ്പ് കളറ്, കറുപ്പ് കാല്, വളരെ ക്യൂട്ടല്ലേ. മയിൽക്കോഴി എന്ന് പറയാം. നല്ല സ്റ്റൈലും സാധനമാണ്, സൂപ്പർ. ടർക്കി കോഴി. കുറേ നമ്മളെ നാടൻ കോഴി ഉണ്ടല്ലോ ഇടാ. നാടൻ കോഴി ഇഷ്ടം പോലെ ഉണ്ട്. ഒട്ടക പക്ഷീനെ മേടിക്കാൻ വേണ്ടിയിട്ട് വത്സം പ്ലാൻ ഇടുന്നുണ്ട്. കൊടുക്കുന്ന മേടിക്കുന്ന പറഞ്ഞു. എങ്ങനെ കൊണ്ടുപോകും? എങ്ങനെ കൊണ്ടുപോലെ വത്സ? എങ്ങനെ കൊണ്ടുപോലെ? നമ്മളെ വണ്ടിയിൽ കയറ്റൂല. ഏസ് വിളിക്കണ്ടേ? ആ അതാ ഒട്ടക പക്ഷീനെ വളച്ചിട്ട് നാട്ടിൽ കൊണ്ടുപോകുന്ന വത്സം പറയുന്നത്. അപ്പം നിസർഗധാമിലെ ഉള്ളിൽ കയറിയാൽ എന്തായാലും ഈ ബേർഡിൻ്റെ ഈ ഒരു സംഭവം കാണാൻ വേണ്ടി നിർബന്ധമായിട്ട് വരണം. നല്ല ഒട്ടക പക്ഷിയും നല്ല സ്റ്റൈലിലുള്ള ഒരുപാട് പക്ഷിവർഗ്ഗങ്ങളെയും കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനും വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.